കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി വി.ഡി. സതീശൻ മാറുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരിയുടെ പക്വത അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും പ്രകടമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതു കാലഘട്ടത്തിൽ കേരളം ചർച്ച ചെയ്തത് പലപ്പോഴും ഭരണകൂടത്തിന്റെ വീഴ്ചകളെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും മാത്രമായിരുന്നു. എന്നാൽ സതീശൻ ഇന്ന് മുന്നോട്ട് വെക്കുന്നത് ആ വീഴ്ചകൾക്കപ്പുറം കേരളത്തിന് എങ്ങനെ സ്വപ്നം കാണാം എന്ന നവകേരള വികസന രേഖയാണ്. നമ്മുടെ മലയോര മേഖലയാകട്ടെ, തീരദേശ മേഖലയാകട്ടെ, ഓരോ വിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് പ്രായോഗികമായ പരിഹാരങ്ങൾ അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. ഗതാഗത സംവിധാനങ്ങളിലെ ആധുനികവൽക്കരണത്തെക്കുറിച്ചും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വരേണ്ട വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നത് ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. യുവാക്കൾക്കായി ഒരു പ്രത്യേക വകുപ്പ് തന്നെ വേണമെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം കേരളത്തിന്റെ ഭാവി തലമുറയോടുള്ള കരുതലാണ് വ്യക്തമാക്കുന്നത്. ഭരണകൂടം മറന്നുപോയ മനുഷ്യത്വത്തിന്റെ മുഖമായിട്ട് വി.ഡി. സതീശൻ മാറുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മെഡിക്കൽ കോളേജിലെ അനാസ്ഥ മൂലം കൈ നഷ്ടപ്പെട്ട 9 വയസ്സുകാരിക്ക് സതീശൻ ചെയ്തു കൊടുക്കുന്ന സഹായം. ആശുപത്രിയിൽ നിന്ന് തിരികെ വരുമ്പോൾ എന്റെ കൈ എവിടെ അമ്മേ എന്ന് ആ കുഞ്ഞ് ചോദിച്ച ചോദ്യം കേരളത്തിന്റെ മനസാക്ഷിയെ പൊള്ളിച്ചതാണ്. ആ ചോദ്യം യഥാർത്ഥത്തിൽ കേൾക്കേണ്ടിയിരുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായിരുന്നു. ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നടന്ന പിഴവ് പരിഹരിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടായിരുന്നു. എന്നാൽ അവർ കണ്ണടച്ച് നിന്നപ്പോൾ ആ കുഞ്ഞിന് ഏറ്റവും അത്യാധുനികമായ കൃത്രിമ കൈ നൽകിക്കൊണ്ട് വി.ഡി. സതീശൻ എന്ന ജനനായകൻ തന്റെ കരുണ വെളിപ്പെടുത്തുന്നുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ കത്രിക വയറ്റിൽ മറന്നുവെച്ച സ്ത്രീയുടെ ദുരവസ്ഥയും നാം കണ്ട ഒരു കേരളമാണിത്. ഇത്തരം ഘട്ടങ്ങളിൽ പോലും നടപടികൾ എടുക്കുന്നതിലോ അർഹമായ സഹായം നൽകുന്നതിലോ പരാജയപ്പെടുന്ന പിണറായി വിജയൻ സർക്കാരിന് സതീശന്റെ ഈ പ്രവർത്തനം ഒരു കടുത്ത പ്രഹരം കൂടിയാണ്. ഭരണകൂടം പരാജയപ്പെട്ടിടത്ത് ഒരു ഭരണാധികാരി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. തകർന്നു വീഴുന്ന കുടുംബാംഗങ്ങൾക്ക് സ്വാന്തനമേകാനും അവർക്കൊരു വീടും സ്ഥലവും ഉറപ്പാക്കാനും അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തിയുണ്ട്. കേരളം കാത്തിരിക്കുന്ന ആ വലിയ മാറ്റത്തിന്റെ ഒരു തുടക്കമാണ്. സ്വന്തം സിസ്റ്റത്തിന്റെ പിടിപ്പുകേട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയേക്കാൾ എത്രയോ ഉയരത്തിലാണ് ജനങ്ങളുടെ വേദന സ്വന്തം വേദനയായി എടുക്കുന്ന വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ്. എന്താണെങ്കിലും ഇന്ന് അദ്ദേഹം ആ ഒരു കൃത്രിമ കൈ വെച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ചില രംഗങ്ങളുണ്ട്, അതൊന്ന് കാണാം. വളരെ ഒരു സന്തോഷമാണ്. കാരണം അത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പാലക്കാടൊക്കെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്രയും മോഡേൺ ആയിട്ടുള്ള സ്ഥലമില്ല. അങ്ങനെയാണ് എറണാകുളത്ത് നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അത് കാണിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇത് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഞാനിവിടെ വേറൊരാൾക്ക് കാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പോകുന്നുണ്ട്. നേരത്തെ 2 വർഷം മുമ്പാണ്. ഇവർ വളരെ നല്ല രീതിയിൽ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത ഇന്നത്തെ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത ഒരിതാണ്. അപ്പോൾ അത് നല്ല എക്സസൈസും ട്രെയിനിങ്ങും ഇന്നും നാളെയും കൂടി ഇവരെ കുടുംബം ഇവിടെ ട്രെയിനിങ് നടത്തി കഴിയുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കൈ ഉയർത്താനും ഒക്കെ പറ്റുന്ന ഇതിലെ ഏറ്റവും മോഡേണാണ്. ഇതിങ്ങനെ നമ്മൾ ഈ ടെലിഫോണിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ ഇത് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. കൊച്ചു വലുതാവുന്നതനുസരിച്ച് ഇതിന് മാറ്റം ഉണ്ടാകും. ഞാൻ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹോപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് ഇതിന്റെ ഒരു അപ്ഗ്രേഡേഷൻ വേണോ അപ്പം എല്ലാം അപ്ഗ്രേഡ് ചെയ്താണ്. 2 കൊല്ലം കഴിഞ്ഞോ 1 കൊല്ലം കഴിഞ്ഞോ 4 വർഷം കഴിഞ്ഞോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ ഈ സ്ഥാപനത്തെ ഹോപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കും. കുഞ്ഞല്ലേ, അത് വളരെ സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടെ അത് ഭയങ്കര സന്തോഷമായി തീർച്ചയായിട്ടും. കാരണം ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്റെ കൈ അവിടെ അമ്മയെന്ന് ചോദിച്ചൊരു കൊച്ചിന്റെ ചോദ്യമുണ്ട്. അതിൽ നമ്മളെല്ലാം തകർന്നു പോകും. ആ ചോദ്യത്തിനെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഉത്തരം അത്രയേ ഉള്ളൂ. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അവരത് ചെയ്യണമായിരുന്നു. കാരണം ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു പിഴവുണ്ടായി കഴിയുമ്പോൾ ആ പിഴവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പിഴവ് പറ്റി, കൊച്ചിനാണ് പറ്റിയത്. നമ്മൾ ആ പിഴവ് പരിഹരിക്കാൻ ഏത് അറ്റം വരെ പോകണമെന്ന് വെച്ചാൽ ആ അറ്റം വരെ പോയി ചെയ്യാം. ഗവൺമെന്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ വിചാരിച്ചൊരു വ്യക്തി ഞാനിത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എത്രയോ പേരാണ് എന്നെ വിളിച്ചത്. അത് സാറി ചെയ്യേണ്ട, നമ്മൾ ചെയ്യാന്ന് പറഞ്ഞ് എന്തോരാളുണ്ട് ഈ നാട്ടിൽ സഹായിക്കാൻ പറ്റിയ നല്ല മനുഷ്യരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പൊ ഗവൺമെന്റിന് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ പറയില്ല, 5 വർഷം കത്രിക വയറ്റിലേറ്റുകൊണ്ട് നടന്നൊരു സ്ത്രീ, അവരുടെ വേദന എന്തായിരുന്നു അറിയാം? 5 കൊല്ലക്കാലത്ത് വേദന. എന്നിട്ട് പിന്നീടാണ് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പുറത്തെടുത്തത്. ചെയ്തപ്പോ അകത്ത് പോയതാണ്. എന്നിട്ട് ആ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ പെയിനാണ്. അത് ഞങ്ങൾ തന്നെ സഹായിക്കുന്നത്. നല്ല സമരം ചെയ്ത് ഞാൻ 2-3 പ്രാവശ്യം അവരുടെ സമരത്തിന് പോയി. പിന്നെ എനിക്ക് തന്നെ കുറ്റബോധമായി. സമരം ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോരലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ ഞങ്ങളെ ഏറ്റെടുത്തെന്ന് പറഞ്ഞു ചികിത്സ സഹായം. ഗവൺമെന്റ് ഒന്ന് ചെയ്യണ്ടേ? ഞാൻ അതാണ് നിയമസഭയിൽ ചോദിച്ചത്. രാഷ്ട്രീയം അല്ലാതെ
ഏത് ഗവൺമെന്റ് ആയാലും ഒരു മനസാക്ഷി വേണ്ടേ നമുക്ക്? ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ദുരന്തം പറ്റുമ്പോൾ പറ്റി അത് നടപടിയെടുക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അവർക്കുണ്ടായ അവരെ കൊണ്ട് പറ്റില്ല, താങ്ങാൻ പറ്റുമോ ഇത്? ഇങ്ങനത്തെ ഒരു ഇത്രയും പണമൊക്കെ അവരെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? ഒരു വീട് പോലും, സ്ഥലം പോലും, 1 സെന്റ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ്. അപ്പൊ അവർക്ക് നമുക്കൊന്നും സ്ഥലവും വാങ്ങിച്ചു കൊടുത്താൽ കൊച്ചിനൊരു സന്തോഷമായിട്ട് വീട് വേറെ ആൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥലവും കൂടി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഇത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ